ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലെയും കടയിലെയൊക്കെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അച്ഛതാകണ കാവത്തൊക്കെ കളച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കാവത്ത് എന്ന് പറയും, ഓരോരുത്തർ കാച്ചിൽ എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവം. ഇനിയിപ്പോൾ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ കാവത്ത് എന്നാണ് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ളവരും ചിലരൊക്കെ കാച്ചിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വയലറ്റ് കാവത്താണ് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ കണ്ടിട്ടുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. പിന്നെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ കാവത്ത്. അപ്പോൾ ഈ ഒരു വയലറ്റ് കാവത്ത് വീട്ടിൽ നിന്ന് അമ്മ ഒരു കഷ്ണം തന്നിട്ട് അങ്ങനെ വിത്തുണ്ടാക്കിയതാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മളെ അനുമോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ദിവസമായി ഓള് പറയണ് അച്ഛമ്മ അത് കളക്കിന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അച്ഛൻ വട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് കളച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും നന്ദുവും കൂടി ഇവിടെ ചായ കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ റാഗി സേമി അല്ലേ, അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ശരിക്കും 4 മണി ചായൻ്റെ കൂടെയൊക്കെയാണ് ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു 4 മണിക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നല്ലോ. ഇപ്പോൾ പിന്നെ ഇരിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടും കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊണ്ടിരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടലക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയാണ് കൂടുതലും ടേസ്റ്റ്. പക്ഷേ അച്ഛമ്മയ്ക്കൊക്കെ കറി എന്തെങ്കിലും വേണം കേട്ടോ. അതുകൊണ്ടാണ് ഈ കറിയും കൂടി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാക്കണവർക്ക് മതിയാകോളം കഴിക്കാനുള്ള റാഗി സേമിയ പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണന് ആദ്യം SPCയുടെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മെസ്സേജ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് SPC ഇല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊക്കെ അഴിച്ചിട്ടിട്ട് ഇതാക്കണ വീണ്ടും യൂണിഫോം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ വിചാരിച്ചിട്ട് ആൾ ഇട്ടതാണ്. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചായ കുടിക്കണം. അതിനൊരുക്കം കഴിയണമെങ്കിൽ നല്ല ടൈം പിടിക്കും കേട്ടോ. ഭയങ്കര ഒരുക്കാണ്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. കണ്ണാടിൻ്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ പരിപാടി തന്നെയാണ്. അപ്പോൾ നന്ദു ഇതാക്കണ സ്റ്റൂളും കസേരയൊന്നും വേണ്ട, അച്ഛൻ്റെ ഒപ്പം എനിക്ക് ചായ കുടിക്കണം, ഞാൻ അവിടെ നിന്നാണ് ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ചായ കുടിക്കണത് കേട്ടോ. പിന്നെ അതങ്ങനെ അടുക്കളയിൽ ഓരോ പരിപാടികളാണ്. നമുക്കിന്ന് കടയ്ക്കും പോകണം. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യമുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ലേ. അപ്പോൾ ചോറ് അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. ഒരു വക ചോറ് ഇതാക്കണം, നമ്മളെ റേഷൻ കടയത്തെ അരി ഉണ്ടല്ലോ, അത് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പും ചീരയും തേങ്ങ അരച്ചിട്ട് കറി വെച്ചിട്ടുണ്ട്. ചുമന്ന ചീരയാണ് കേട്ടോ. നമ്മൾ കടേൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ ചീര വെക്കാൻ വെച്ചിട്ട്. ചീര, മത്തൻ്റെ ഇല, ചുമന്ന ചീരയും അതുപോലെ പച്ചച്ചീര ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ കുഞ്ഞ മത്തി ഉണ്ടല്ലോ, അത് വറുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അടുക്കളയത്തെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ, പോകാനാകുമ്പോഴേക്കും ഒരുപാട് പണികളുണ്ട്. അപ്പം അമ്മ ഇതാക്കണേ താഴത്തു കൂടെ പോയിട്ട് ഒരു ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പ്ലാവുമ്മത്തെ ആദ്യത്തെ ചക്കയാണ്. അപ്പം അത് ഇങ്ങനെ തൊട്ടപ്പത്തിന് ചാടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ അതിങ്ങനെ പഴുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. തേങ്കട്ട മധുരമാണ്. അതിൻ്റെ ആ ചുളയ്ക്ക് തന്നെ ഒരു നല്ല നിറാണല്ലോ, ഒരു മഞ്ഞയല്ല ചുമപ്പുമല്ല, അങ്ങനത്തെ ഒരു നിറാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ ചായടി കഴിഞ്ഞിട്ടില്ല, ഓൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓന് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴുത്ത ചക്കയായാലും പച്ചച്ചക്കയായാലും നല്ലോണം കഴിക്കും. കൂട്ടാൻ വെച്ചാലും തിന്നും, പഴുത്തതാണെങ്കിലും അങ്ങനെ തിന്നും. ആർക്കും ഇഷ്ടമല്ലായി ഒന്നുമില്ല. ഇവിടെ ഏട്ടനാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വേറെ ഒന്നും വേണ്ടിയില്ല കേട്ടോ. പക്ഷെ അതിന് മാത്രം കഴിക്കാനൊന്നും ഈ ചക്കല്ല, കുഞ്ഞി ചക്കയാണ്. ആദ്യമായിട്ടുണ്ടായതല്ലേ. അപ്പോൾ അതിൻ്റെ രസം നോക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അത് അമ്മ നന്നാക്കുകയാണ്. അപ്പം അമ്മ ഇവിടെ ഇങ്ങനെ ചക്കയൊക്കെ കിട്ടിയാലും അമ്മ അറിയും നമുക്ക് വേഗം അത് ചുളയൊക്കെ പറിച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടേക്കുക, എന്നാൽ പിന്നെ വേണ്ടവർക്ക് അങ്ങനെ തിന്നാലോ അറിയും. അതൊരു സുഖമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഏട്ടനൊക്കെ ശരിക്കും അങ്ങനെ പറിച്ച് തിന്നോടാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ ഇത് കുഞ്ഞി ചുളയുകൊണ്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ. കുഞ്ഞി ചുളയാണ്. അയിമേലാണെങ്കിൽ നല്ലോണം ചൗണിയുണ്ട്. അപ്പോൾ ഏട്ടയ്ക്ക് ആദ്യം 2 അങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് തന്നു. പിന്നെ ഇതാക്കണേ ഞാനൊന്ന് എടുത്തിട്ടൊന്ന് കളഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ആകെ ചൗണിയാണ് അയിമേ. കുഞ്ഞി ചുളയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മീൻകുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു ഗോൾഡ് ഫിഷ് ഉണ്ടല്ലോ, അങ്ങനത്തെ 2-3 എണ്ണം ചത്തു കേട്ടോ. എന്തേ പറ്റിയതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഈ വെയിലുകൊണ്ട് വെള്ളം ചൂടായിട്ട് ചത്തതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കുഞ്ഞ് ഗപ്പിക്കുട്ടികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ എന്താ പറയുക, വീഡിയോ എടുക്കലും നടക്കലൊക്കെ എന്നൊന്നും നടക്കൂല. ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ അമ്മ ഇതാക്കണ കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊന്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വെണ്ടയും അതുപോലെ പയറും അങ്ങനെ കണ്ടതൊക്കെ അമ്മ വഴുതനങ്ങ, തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മക്കൊരു 2 കോഴിക്കളുണ്ട്. അപ്പോൾ ഐറ്റങ്ങളാണെങ്കിൽ ഇങ്ങനെ വല്ലതും കുഴിച്ചിട്ട് പൊന്തണ കണ്ട അത് തിന്നാനായിട്ട് നടക്കും കേട്ടോ. വേറെ ഒന്നും തിന്നാനില്ലാത്ത പോലെയാണ്. താഴെ അമ്മ 2 വരി പയറുണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിപ്പയറുണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് പറിക്കുന്ന സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ 2 വരി ഉണ്ടെങ്കിൽ തന്നെ, 2 മരട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ.
പിന്നെ ഈ ഒരു അടയ്ക്കാപ്പഴ മരത്തമ്മേ പടവലം പടർത്തിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വള്ളിയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അടയ്ക്കാപ്പഴം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നിലത്തുനിന്ന് തന്നെ പറിച്ച് എടുക്കട്ടെ നമുക്ക്. അത് ഭയങ്കര ഒരു സന്തോഷമായി. എല്ലാത്തമ്മയും ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട്, ഞാൻ തൊടാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, എല്ലാത്തമ്മയും തൊട്ട് നോക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ഈ ഒരു പ്ലാവാണ് ഇപ്രാവശ്യം ആദ്യമായിട്ട് കായ്ച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരു വർഷം, കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ ബഡ്ഡൈ കൊടുന്നിട്ട് വെച്ചതല്ലേ. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മൾ ആദ്യം മുതലേ ഉള്ള കൂട്ടുകാർക്ക് അറിയാം കേട്ടോ. പുതിയ കൂട്ടുകാർക്കൊക്കെ അത് ആദ്യമായിട്ട് കാണുമായിരിക്കും. അല്ലാത്തവർക്കൊക്കെ അറിയാം. ഇവിടെ വെള്ളി പുള്ളി ഇല്ലാതെ നമ്മളെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും മുക്കും മൂലയും എല്ലാം അറിയുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മൾ എന്താ പറയുക, വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പോലും നമ്മളോട് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും എടുത്ത് ചോദിക്കുമ്പോൾ അപ്പോൾ എത്രത്തോളം നമ്മളെ വീഡിയോനെ ശ്രദ്ധിക്കണമെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ കണ്ടില്ലേ, നമ്മളെ ബോഗൺവില്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മുൻവശത്ത് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, പക്ഷെ ഇപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി നിർത്തണം. പിന്നെ ഇപ്പുറത്ത് നമ്മൾ പിരിച്ച് കുഴിച്ചിട്ടതായിരുന്നു, അതൊന്നും നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അച്ചമ്മ അവിടെ കരിമ്പ് ചിരണ്ടലാണ് കേട്ടോ. അച്ചമ്മ പിന്നെ രാവിലെ നെയ്ച്ച ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങും. അത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. മറ്റേത് രാവിലെ ഏട്ടൻ കുറച്ച് ചിരണ്ടും പിന്നെ അച്ഛൻ വന്നിട്ട് ചിരണ്ടും അങ്ങനെയൊക്കെയാണ് കാട്ടിയിരുന്നത്. ഇപ്പം അച്ഛൻ തന്നെ അതൊക്കെ എടുക്കും. പിന്നെ അച്ഛൻ വിട്ട് കഴിഞ്ഞ് വന്നാൽ അച്ഛനും കൂടി കൊടുക്കും കേട്ടോ. എന്തായാലും കരിമ്പൊക്കെ ഞാൻ പോകാനാകുമ്പോഴേക്കും ഒക്കെ നന്നാക്കി ചാക്കിലാക്കി വെച്ച് തരും കേട്ടോ. അത് വലിയൊരിതാണ്. ഞാൻ അങ്ങോട്ട് നന്നാക്കാൻ ചെന്നാൽ അപ്പോൾ പറയാം അച്ഛമ്മ കേട്ടോ, ഈ അത്തിക്ക് പോയി കണക്ക് അവിടെ തന്നെ എടുക്കണ്ടാവും, ഇതൊക്കെ ഞാൻ നേരെയാക്കിക്കൊണ്ട് കണക്ക് പോകാനാകുമ്പോഴത്തേന് ശരിയാക്കിയാൽ പോരെ എന്നൊക്കെ പറയും. ഒന്നാമതാണ് അച്ഛമ്മയും വെറി പിടിച്ചങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അങ്ങനെ നേരം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ, ഇരിക്കുക കിടക്കുക അങ്ങനത്തെ പണികൾ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ ഞാൻ പോകുമ്പോഴും എല്ലാവർക്കും ഒരു ജഗപുക തന്നെയാണ് കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനവും ഒരു ശാന്തതയൊക്കെ ആവും ഇവിടെ. വീണ്ടും വൈകുന്നേരവും അതേപോലെ തന്നെയാണ് കേട്ടോ. കടയിൽ നിന്ന് വരുമ്പോൾ ഒരു ജഗപുക തന്നെയാണ്. പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കണ്ടതും കേട്ടതും ഓര് പറഞ്ഞതും മറ്റൊരു പറഞ്ഞതും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അതൊക്കെ അങ്ങനെ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒരു രസം തന്നെയാണ്. പിന്നെ വൈകുന്നേരം വല്ല മീനും കിട്ടി അതും കൊണ്ടുവരും. അപ്പോൾ അത് നന്നാക്കലും വെക്കലും അങ്ങനത്തെ പരിപാടികളും. പിന്നെ ഞങ്ങൾ കിടക്കാൻ എന്തായാലും 11 മണിയാവും കേട്ടോ. ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. 4 മണിക്ക് നീക്കി 11 മണിക്ക് കിടക്കുക. അതാണ് ഇപ്പോഴത്തെ നമ്മളൊരു ടൈം ടേബിൾ. അപ്പോൾ ഏട്ടന് തങ്ങണ റേഷൻ കടയത്തെ അരിയാണ് ഇഷ്ടമെന്ന് ഞാൻ പറയലില്ലേ. അപ്പോൾ അതന്നെയാണ് കേട്ടോ വെക്കുക. രാവിലെ നീച്ച വേഗം അതുകൊണ്ട് വെക്കും. ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ മറ്റേ നമ്മളെ നല്ല വേവുള്ള അരിൻ്റെ ചോറ് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞാൽ അത് കൊടുത്തിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, അത് കേട്ട് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞാലും അതിന് ഭയങ്കര ബലം കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയും അത് തിന്നാൻ വയ്ക്കണില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതാക്കണേ, ഇന്ന് മീനും കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ വേണോ ചോദിച്ചപ്പോൾ വേണ്ടാറുണ്ട്. ആദ്യമൊക്കെ അച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല. നമ്മളവിടെ അമ്പഴങ്ങ അച്ചാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ വടോപ്പുളി ഉണ്ടല്ലോ അതുണ്ട്, മാങ്ങഞ്ചി ഉണ്ട്. എപ്പോഴും ഒരു 2-3 ഐറ്റം അച്ചാർ ഇവിടെ ഉണ്ടാവും കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ചാർ. അപ്പം ഞാൻ ഏട്ടനുള്ളതൊക്കെ പാത്രത്തിലാക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കണ്ണൻ ഓനുള്ളതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. കണ്ണന് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കണ്ണനും ഇവിടുത്തെ അച്ഛനും കൂടി ഒരു സാധനം വിളമ്പി കൊടുക്കേണ്ട ഒരു ആവശ്യം വരലില്ല കേട്ടോ. അച്ഛന് പിന്നെ ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം ചോറും അങ്ങനെ എടുത്തു കൊടുക്കും. രാവിലത്തത് പിന്നെ അച്ഛൻ്റെ അടുത്ത് കഴിക്കും കേട്ടോ. കണ്ണന് ഒരു നേരം നമ്മൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാരുണ്ടെങ്കിലും ഓന് ആവശ്യമുള്ളത് ഓന് വൃത്തിക്ക് വിളമ്പി, ഒന്നും അങ്ങനെ കച്ചറയാക്കി ഇടുകയൊന്നുമില്ല കേട്ടോ. ഓന് വൃത്തിക്ക് വിളമ്പി ഓൻ തിന്നിട്ട് അത് കൊണ്ടുവന്നേക്കും കേട്ടോ. അതുകൊണ്ട് ഓൻ്റെ കാര്യത്തിലൊരു സമാധാനമാണ് കേട്ടോ. എപ്പോഴും വിളമ്പി തിരിയുമ്പോൾ അങ്ങനെ കാട്ടിയപ്പോൾ അങ്ങനെ കാട്ടി എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കില്ല. നേരെ മറിച്ച് നമ്മൾ അനുമോക്ക് വരെ വിളമ്പി കൊടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. നന്ദു ആണെങ്കിലും വിളമ്പി കൊടുക്കണത് തന്നെയാണ് ഇഷ്ടം. അമ്മ കൊണ്ടുവന്നുണ്ടാ അങ്ങനെയാണ് പറയുക കേട്ടോ. കണ്ണൻ പിന്നെ അങ്ങനെ ഒരു കുറച്ചങ്ങോട്ടായപ്പോൾ പിന്നെ ഓൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യും കേട്ടോ. അതുപോലെ ഓൻ്റെത് മടക്കി വയ്ക്കുക, ഓൻ്റെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക, ഓൻ്റെ ബെഡ്ഷീറ്റ് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെയാണ് ചെയ്യലുള്ളത്. ഞാൻ വല്ലപ്പോഴേ ചെയ്ത് കൊടുക്കലുള്ളൂ കേട്ടോ. വല്ലപ്പോഴും തന്നെ വല്ലപ്പോഴും ചെയ്ത് കൊടുക്കലുള്ളൂ. അങ്ങനത്തെ കാര്യമൊക്കെ ഓൻ ചെയ്യും. പിന്നെ ഇതാ ഏട്ടന് പോകാൻ സമയമായിട്ടുണ്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം മൊബൈലൊക്കെ തോണ്ടി അവിടെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടുകാരൊക്കെ വഴിനാട് കൂടുക ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ഈ കൈക്കോട്ട് കൊണ്ടുപോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ വണ്ടിയുമ്പോൾ വെക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ട സത്യത്തിൽ ഒരു പണിയില്ലാത്ത പോലെ ഉണ്ട് അല്ലേ. ഇന്ന് മേൽ കഴുകിയിട്ടുള്ളൂ, തല കുളിച്ചിട്ടില്ല കേട്ടോ. വൈകുന്നേരം ഞാൻ വന്നാൽ തല കുളിക്കുന്നതാണ്. അപ്പോൾ ചില ദിവസം ഞാൻ രാവിലെ തല കുളിക്കൂല. എന്താ വെച്ചാൽ എപ്പോഴും നീരിറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ അമ്മയൊക്കെ പറയും 2 നേരം കുളിച്ചിട്ടാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം പിന്നെ നമുക്ക് മൊത്തത്തിൽ കുളിക്കാതെ നടക്കൂല കേട്ടോ. കടയിൽ നിന്ന് വന്നൊരു പ്രാന്താണ്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ കുളിച്ചേ പറ്റൂ, അങ്ങനെയാണ്.
അപ്പോൾ അച്ഛൻ വെട്ടമൊക്കെ കഴിഞ്ഞാൽ അച്ഛനും ചായ കുടിക്കുന്നുണ്ട്, അനുമോളും ഇതാക്കണ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അച്ഛമ്മേനെ വിളിച്ചിട്ടു. അച്ഛമ്മയ്ക്ക് പിന്നെ ഒരു 8:30 8:45 ആവും അച്ഛമ്മേനെ ചായ കുടി. അപ്പോൾ നമ്മളെ വിളിച്ചാൽ മാത്രമേ അവിടെ നിന്ന് നീച്ചു വരും കേട്ടോ. കരിമ്പ് ചിരണ്ടി അച്ഛമ്മയ്ക്ക് അവിടെ നിന്ന് നീക്കാൻ തോന്നൂലോ എന്നാണ്. അങ്ങനെ എന്തായാലും അച്ഛമ്മയെ നീച്ചൊന്ന് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് അനുമോളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓളോട് ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് മെഷീനിൽ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു, അതവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലേതൊന്നും നമുക്ക് മെഷീനിലിടാൻ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനെ തിരിക്കാണ്ടാവും കേട്ടോ. കല്ലുമ്മ തിരുമ്പാനുള്ളതും മെഷീനിലിടാനുള്ളതും ഇങ്ങനെ തിരിച്ചെടുക്കാണ്ടാവും. അപ്പം ഞാനിത് അങ്ങനെ കുറച്ച് കല്ലുമ്മ തിരുമ്പാനുള്ളത് സോപ്പും പൊടിയിലിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിയെടുത്തു. നമ്മൾ സോപ്പും പൊടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളത്തിൽ കുത്തിയൊലുമ്പണം കേട്ടോ. നേരെ മറിച്ച് സോപ്പ് തേച്ച് തിരുമ്പുകയാണെങ്കിൽ അത്ര പണിയില്ല. അപ്പോൾ ലീവ് എടുത്തിട്ട് കുറേ ആയിട്ടുണ്ട്. ലീവ് എടുത്തിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നമ്മളവിടെ ഈ തിരുമ്പളോടത്തൊക്കെ ഒന്ന് ഉരയ്ക്കാനും അവിടെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഒന്നാമതാണ് ഈ രാവിലെ 10-10:30 ആകുമ്പോഴേക്കും ഓട്ടോറിക്ഷ വരും. പിന്നെ അതിൽ കയറിപ്പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി 8 മണി 8:30 ആവും വരാൻ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കൂടാത്തത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബുധനാഴ്ചയൊക്കെ ലീവ് ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം അതില്ലല്ലോ. ഇപ്പോൾ കരിമ്പ് ഇറക്കിയോർന്ന് ഇങ്ങോട്ട് ഞാൻ അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ലീവ് എടുക്കലുള്ളൂ കേട്ടോ. ആഴ്ചയിൽ ഒരു ലീവ് നല്ലതൊക്കെയാണ്, പക്ഷേ എങ്കിൽ നമ്മൾ ഈ കരിമ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടെങ്കിൽ അതിനൊരു കേട് വരുന്ന പോലെയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ലീവ് എടുക്കലില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ കല്ലുമ്മ തിരുമ്പിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഉമ്മർത്ത് കൊണ്ടുവന്നിടും കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല പൊരി വെയിലല്ലേ, ഇറക്കുന്ന വെയിൽ മൊത്തം അവിടെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടുവന്നിടും, വേഗം ഉണങ്ങി കിട്ടും. പിന്നെ ഇത് ഉണങ്ങിയ അമ്മ വേഗം എടുത്തേക്കും കേട്ടോ. അങ്ങനെ ആ വെയിലത്ത് വൈകുന്നേരം വരെ ഇടുകയൊന്നുമില്ല. പിന്നെ അപ്പുറത്താണ് ഞാൻ മെഷീനിലിട്ടത് ഇടുക. എന്താ വെച്ചാൽ അതിന് വലിയൊരു വെയിൽ വേണമെന്നില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അകത്തെ അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കടയ്ക്ക് പോകാനുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് തിരുമ്പി തോരടലും കൂടിയും കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കടയ്ക്ക് പോകാൻ. അപ്പോൾ ഇന്ന് അനുമോളും നന്ദും കൂടിയും കടയ്ക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഏതായാലും 10:30 10:35 ആയപ്പോഴേക്കും നമ്മളെ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കടയത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടത് നമുക്ക് നെല്ലിക്ക ഉണ്ട്, അതുപോലെ പൈനാപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ചൗച്ചൗ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. മാങ്ങയ്ക്ക് പകരമാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. മാങ്ങയ്ക്ക് നല്ല റേറ്റാണ്, 150-160 ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിന് പകരമാണ് ചൗച്ചൗ എന്ന് ഇടുന്നത്. പച്ചക്കറിയിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്